ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ബാലചന്ദ്രന് അലീന ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടോ. അലീനയാണെന്നുണ്ടെങ്കിൽ ഓടി ചെന്ന് മുത്തശ്ശിയുടെ ഫോൺ മേടിച്ച് എല്ലാവരെയും ഓടി നടന്ന് വിളിച്ചു. അങ്ങനെ മനു അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ അങ്കിൾ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന് വേഗം വിളിച്ചുകൊണ്ടും അകത്തേക്ക് കൊണ്ടുപോവുക അലീന. അപ്പോഴേക്കും നീ CPR കൊടുത്തോ, അത് ചെയ്തോ, ഇത് ചെയ്തോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ എല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്, കുഴഞ്ഞു വീണതാണെന്ന് തോന്നുന്നതെന്നൊക്കെ അലീന ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ അലീന ഇതെല്ലാം നമ്മുടെ ഡോക്ടർ അങ്കിളിനോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വേഗം തന്നെ കയറി വന്നു ബാലനെ നോക്കാനായിട്ട്. അപ്പോൾ ബാലനെ നോക്കാനായിട്ട് അദ്ദേഹം വന്ന് ബാലൻ്റെ പൾസൊക്കെ പിടിച്ച് നോക്കും. അപ്പോഴത്തേക്കും വൈദ്യൊക്കെ അവിടെ നിന്ന് ഓടി കതച്ച് വരുവാണ്. അപ്പോൾ ഇവരെല്ലാവരും ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. എന്തായാലും അദ്ദേഹം പൾസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, പ്രശ്നം പേടിക്കത്തക്ക രീതിയിലൊന്നുമില്ല. വേഗം തന്നെ ആംബുലൻസ് വരും, പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന കാര്യം പറയണം. സാർ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുണ്ടോ, സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടർ നമ്മുടെ അലീനയോട് പറയുക. ഈ സമയത്ത് വിവരങ്ങളൊന്നും അറിയാതെ മുത്തശ്ശി ഇങ്ങനെ സർവ്വദൈവങ്ങളെയും വിളിച്ച് അവിടെ റൂമിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് മുത്തശ്ശിക്ക് അറിയാൻ പറ്റുന്നില്ല. മുത്തശ്ശി ഇങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും പിന്നെ ആംബുലൻസ് അവിടെ വന്നു. അപ്പോൾ ഈ ശബ്ദങ്ങളെല്ലാം നമ്മുടെ അലീന മുത്തശ്ശി അവിടെ കിടന്ന് കേൾക്കുന്നുണ്ട്. വേഗം തന്നെ ഈ സംഭവം കൊണ്ടുവന്നു, തിരിച്ചിട്ടു. വേഗം അതിനകത്തുനിന്ന് ആൾക്കാർ സ്ട്രക്ചറും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്ന് ബാലനെ വേഗം തന്നെ അതിനകത്തേക്ക് വാരിക്കോരി എടുത്തിട്ടു. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ആംബുലൻസിൽ തന്നെ വെച്ച് ഓക്സിജനും കാര്യങ്ങളെല്ലാം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടർ വന്നവരോട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബാലനെ അതിൽ കയറ്റി കിടത്തി അവർ പോകും. അപ്പോഴേക്കും നമ്മുടെ അലീനയും അതുപോലെ ഡോക്ടറും കൂടെ പോവുകയാണ്. പിന്നെ ബാലനെ കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് കയറ്റി കിടത്തിയിട്ട് ബാലന് ഓക്സിജൻ മാസ്കും മറ്റു കാര്യങ്ങളെല്ലാം വെക്കുവാണ്. അതുപോലെ തന്നെ ഷെയ്ക്ക് ആകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ ബെഡിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഈ ബാലന് പെട്ടെന്ന് തന്നെ മെഡിസിൻ്റെ കാര്യങ്ങളെല്ലാം, അതായത് അവിടെ വെച്ച് തന്നെ ആ ഒരു മെഡിസിൻ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താ പറഞ്ഞൊരു എന്തോ ഒരു ഭയങ്കര ഒരു വിഷമത്തോടു കൂടി അലീന ഇങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ കണ്ടിട്ടൊന്ന് പകച്ചു പോയി അലീന. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അലീന ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിയാകുന്നു, ഭയങ്കര ടെൻഷനാകുന്നു. അപ്പോൾ അലീനയോട് വേഗം തന്നെ നീ വരുന്നുണ്ടോ എന്ന് അങ്കിളി ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് ബാലനെയും കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അങ്കിളി ചോദിച്ചു, നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ ആരെങ്കിലും വിളിച്ച് വിവരം അറിയിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ മേഡത്തിനെ അറിയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മേഡത്തിൻ്റെ ആങ്ങളയുടെ മോനെ അറിയിച്ചിട്ടുണ്ട്, മനുവേണ്ണെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വരുന്നുണ്ട് സാറെന്ന് അലീന പറയുക. അപ്പോൾ ഇവിടെ ഞാൻ ഓടി ചെന്ന് മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് മുത്തശ്ശി സാറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഞാനൊന്ന് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാ മോനെ, എന്നാ കൊച്ചേ പറ്റിയ, എനിക്കൊന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോൾ സാറിന് എന്നെ പറ്റിയെന്നൊന്നും അറിയത്തില്ല, സാറ് കുഴഞ്ഞു വേണം അവിടെ കിടക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലേ എന്തെങ്കിലും അറിയാൻ കഴിയുള്ളൂ, ഞാനൊന്ന് പോട്ടെ, ഞാൻ ഡോക്ടറുകളുടെ കൂടെ പോകുന്നത്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞതേ നമ്മുടെ അലീന മുത്തശ്ശിയോട് പറഞ്ഞിട്ട് പോവുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോട്ടോടി മോനെ എന്നും പറഞ്ഞ് മുത്തശ്ശി അലീനയെ പറഞ്ഞു വിട്ടു. അങ്ങനെ അലീന അവിടെ നിന്ന് പോയി ഡോക്ടറുകളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബാലനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, ICUവിൽ കയറ്റി. അതിനുശേഷം പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ബാലന് സംഭവിച്ചത്. വേഗം തന്നെ ബാലന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അലീനയാണെങ്കിൽ പുറത്തവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീനയാണ് ആദ്യം ചെന്നത്. അപ്പോൾ ഡോക്ടറുകളും അകത്തേക്ക് കയറി ചെന്നു. എന്നിട്ട് ഇവർ പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഓരോരുത്തരായിട്ട് വിവരങ്ങൾ അറിഞ്ഞു വരുന്നു. പിന്നെ മനു ആണെങ്കിൽ ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയോട് ചോദിച്ചു, എന്താ അലീന, എങ്ങനെയുണ്ട്, എന്താ കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ ICUവിലാണുള്ളതെന്നും ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ ഡോക്ടർ അങ്കിളിനെയും വിളിച്ചിരുന്നു, ഡോക്ടർ അങ്കിളും കൂടെ വന്നതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നത് തുടങ്ങിയ കാര്യമൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ പറയുക. അപ്പോൾ അലീന ഇതെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവിന് ഒരുപാട് സന്തോഷമായി, ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു അഭിമാനമൊക്കെ തോന്നുകയാണ് അലീനയെപ്പറ്റി ആലോചിച്ചിട്ട്. കാരണം ഒരു ആപത്ത് വന്നപ്പോൾ കൃത്യസമയത്ത് അവിടെ അലീന മാത്രമേ ബാലചന്ദ്രൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താനാണ് ശരിക്കും പറഞ്ഞാൽ അങ്കിളിന് സഹായമായതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ സഹായത്തിൻ്റെ ഒന്നും അല്ലല്ലോ സാർ നമ്മൾ കരുതേണ്ടത്, സാറിനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് മനു ചോദിക്കുമ്പം എനിക്കറിയില്ല, സാറ് പോയിട്ട് വന്നു, കുറേ നേരം ഇങ്ങനെ അവിടെ ഇരുന്നു,
പിന്നെ ഭയങ്കരമായിട്ട് സാറ് മദ്യപിക്കുകയായിരുന്നു. റൂമിൽ നിന്ന് വന്നതും റൂമിലേക്ക് കയറിപ്പോയി. റൂമിൽ കുറേ നേരം ഇരുന്നിട്ട് താഴേക്ക് ഇറങ്ങി ഹോളിലേക്ക് വന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് മദ്യപിക്കുകയായിരുന്നു. ഒത്തിരി കുപ്പികൾ സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ച് തീർത്തു. അതിനുശേഷം പിന്നെ മുത്തശ്ശി വിളിച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശിയോടും എന്തൊക്കെയോ ഇങ്ങനെ ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചു. അങ്ങനെ അത് സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. അത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ മുറിയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ സാർ ഇങ്ങനെ കസേരയിൽ നിന്ന് വീണ് കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് തന്നെ ഞാൻ CPR കൊടുത്തു. CPR ഒക്കെ കൊടുക്കാൻ എനിക്ക് അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ പഠിച്ച കോഴ്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഹെലീന പറഞ്ഞു. അപ്പോൾ CPR കൊടുത്തു. അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മനു ആണെങ്കിൽ അലീനയോട് ഒരുപാട് നന്ദി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ മുതൽ വരുന്നത്. ആര്? വൈജ. കൊച്ചിനെയും കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ കൃഷ്ണമോളും ഉണ്ട്. കൃഷ്ണമോൾ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വിവരങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അതിനുശേഷമാണെന്നുണ്ടെങ്കിലോ നമ്മുടെ വൈജ ഇവിടെ നിന്ന് മനുവിനെയും അലീനയും ചോദ്യം ചെയ്യുക. എന്താ ശരിക്കും സംഭവിച്ചത്? നീ എവിടെയായിരുന്നടി? നീ ബാലചന്ദ്രൻ്റെ കാര്യം ഒന്ന് നോക്കിയില്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീനയോട് ചുമ്മാ ദേഷ്യപ്പെടുക. അപ്പോൾ അലീനയോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, അലീനയോട് ആൻറ്റി എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അലീന കാരണമാണ് ഭർത്താവ് ഇന്ന് ജീവനോടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അത് ആൻറ്റി മറന്നു പോകരുതെന്ന് പറഞ്ഞു. അങ്കിളിനൊരു അത്യാഹിതം വന്നപ്പോൾ ആൻറ്റി എവിടെയായിരുന്നു? അങ്കിളിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആൻറ്റി ഉപകരിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കുമ്പോൾ വൈജയന്തി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. കാരണം തലേ കയറി ഇരുന്ന് അടിച്ചിരുത്തുന്ന രീതിയിലാണ് മനുവിൻ്റെ ഡയലോഗുകളും മനു കൊടുക്കുന്ന മറുപടികളും. നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ വൈജ ഓടി ഐസുവിൻ്റെ പൊത്തുണ്ടല്ലോ അതിനകത്തോടെ ഇങ്ങനെ നോക്കുക. പക്ഷേ അകത്ത് കയറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ആൾക്കാരെ കയറ്റി വിടില്ല എന്നവർ പറഞ്ഞതുകൊണ്ട് വൈജയ്ക്ക് അകത്ത് കയറി കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്തായാലും വൈജ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ മനുവും അലീനയും കൂടെ അവിടെ നിൽക്കുക. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ വീണ്ടും ചൊറിച്ചിൽ. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അലീനയെ ഇങ്ങനെ ചൊറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അലീനയെ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചോ ഇങ്ങനെ എന്നാ പറയുക മനസ്സിലിങ്ങനെ ഇട്ടിങ്ങനെ ഏത് നേരം ചിന്തിച്ച് നടക്കുന്ന രീതിയിലാണ് വൈജ വന്ന് അലീനയോട് സംസാരിക്കുന്നത്. ബാലൻ്റെ കാര്യങ്ങൾ എന്തെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു കാർഡിയക് അറസ്റ്റിൻ്റെ എന്തോ ഒരു ഇതായിരുന്നു എന്നാണ് തോന്നണതെന്ന് ആണ് പറഞ്ഞതെന്ന് കാര്യമൊക്കെ മനു ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളൊക്കെ പൊയ്ക്കോ, ഞാനിവിടെ നിന്നോളാം എന്ന് വൈജയന്തി വലിയ ആൾ കളിച്ച് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ഇവളെ എന്തിനാ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? എന്താ ഐസുവിൻ്റെ വാതിലിന് കണ്ണ് കിട്ടാതെയാണോ എന്ന് ചോദിച്ചു. ഇവളെ ഇവിടെ നിർത്തേണ്ട ഒരു കാര്യമില്ല, ഇവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്കാനായിട്ട് വൈജയന്തി പറയുമ്പം അങ്കിളിന് ആൻറ്റിക്ക് ഇത് എന്തിൻ്റെ കേടാ? ഇവിടെ നിൽക്കുന്നത് ആൻറ്റിയുടെ തലയിൽ വല്ലതുമാണോ എന്ന് മനു ചോദിക്കുക. കാരണം മനുവിന് ദേഷ്യം വന്നു. ഒരു രക്ഷയില്ല. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെയും ക്ഷമിക്കാവുന്നതിൻ്റെയും പരിധിയല്ല, അതിനപ്പുറവും കടന്നിട്ടാണ് വൈജ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവള് കാരണമാണ് അങ്കിൾ ഇവിടെ വന്നതെന്ന കാര്യം ഞാൻ ആൻറ്റിയോട് പറഞ്ഞല്ലോ. ഇപ്പം ഈ കാണിക്കുന്ന അറപ്പും വെറുപ്പും ഒന്നും അലീന ആ സമയത്ത് ആൻറ്റിയുടെ ഭർത്താവിനോട് കാണിച്ചിരുന്നെങ്കിലേ ഇന്ന് ആൻറ്റിക്ക് ഭർത്താവായിട്ട് അങ്കിൾ ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ പറയുകയും അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ഈ മിനിമം അവനവൻ്റെ യോഗ്യത കൂടി ഒന്ന് നോക്കണം കേട്ടോ എന്ന് അലീനയുടെ മുന്നിൽ വെച്ച് തന്നെ വൈജയോട് പറയുക നമ്മുടെ മനു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മനു അലീന നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്തും അലീന പറഞ്ഞു, സാറിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ എങ്ങനെയാണ് മനുവേട്ടാ ഞാൻ വരുന്നതെന്ന് ചോദിച്ചു. ഇവർക്കേ നീ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്തായാലും നീ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നീ ചെയ്തില്ലേ? ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇവരെ ആട്ടിത്തുപ്പി പായിക്കുന്ന നീ തന്നെയാണ് നിമിത്തമായത്. ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ വില ഇവർ തിരിച്ചറിയുന്ന ദിവസം വരും. അതുവരെ നീയായിട്ട് മാറി നിന്നാൽ മതിയെന്ന് പറഞ്ഞു. നീ വാ അലീന എന്ന് പറഞ്ഞു. എന്നിട്ട് വൈജയുടെ മുന്നിൽ വെച്ച് തന്നെ അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ അങ്ങ് പോരും. അത് വൈജയ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. മനു അങ്ങനെ അലീനയുടെ കയ്യെ പിടിച്ചിങ്ങനെ കൊണ്ടുവരും എന്നൊന്നും പുള്ളിക്കാരി പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അത് മുഖത്തടിക്കുന്നതിന് തുല്യമായിപ്പോയി. വൈജ എന്ന് പറയുന്ന ഒരുപെട്ട ആ സ്ത്രീയുടെ മുഖത്തടിക്കുന്നതിന് തുല്യമായിട്ടാണ്, അല്ലെങ്കിൽ മുഖത്തടിച്ചു എന്ന് തന്നെ പറയാം. ആ ഒരു ഇതിലാണ് നമ്മുടെ മനു അലീനയും കൊണ്ട് ഇങ്ങ് പോരുന്നത്. അങ്ങനെ അവരിങ്ങ് പോരും കേട്ടോ. അവരിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയ്ക്ക് ഭയങ്കര ഒരു ഇതിന് ശേഷം പിന്നെ നമ്മുടെ ബാലൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ബാലൻ്റെ അരികിൽ ഇവിടെ നമ്മുടെ
കൃഷ്ണക്കൊച്ചിരിക്കുന്നു. കൃഷ്ണക്കൊച്ചാണെങ്കിൽ അച്ഛൻ്റെ അരികിൽ ഇങ്ങനെ അച്ഛനെ തന്നെ നോക്കിയിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലന് പതുക്കെ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോഴേക്കും ഞാനിത് എവിടെ അപ്പം അച്ഛൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും മോള് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കും. അപ്പോൾ ബാലൻ ഞാനിത് എവിടെയാണ്, എന്നെ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ കൃഷ്ണ പറഞ്ഞു, ഞാൻ അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിൽ അച്ഛാ ഉള്ളത്, അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അലീന ചേച്ചി അച്ഛൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം പറയുമ്പോൾ എന്നെ എന്തിനാ ആശുപത്രിയിൽ കൊണ്ടുവന്നത്, ചത്തുപോട്ടെ എന്നങ്ങ് വിചാരിച്ചുകൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവട്ടെ നമ്മുടെ ബാലൻ അന്നേരം കൊച്ചിനോട്. കൊച്ചിനാണെങ്കിൽ അതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നുമില്ല. അച്ഛനാണെങ്കിൽ എന്തോ ജീവിതം എടുത്ത രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ അച്ഛനോട് ഇങ്ങനെ ഓരോന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നേഴ്സാണെങ്കിൽ വന്നിങ്ങനെ ബാലൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണ പറഞ്ഞു, അമ്മ പുറത്തുണ്ട്, അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരുത്തിയും കാണണ്ട, എനിക്കിനി ഇവിടെ കിടക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ എഴുന്നേറ്റിട്ട് ഈ ദേഹത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കൂടെ വലിച്ചു പറിക്കാനായിട്ട് തുടങ്ങുക. അച്ഛൻ എന്നെ അച്ഛൻ കാണിക്കുന്നത് അങ്ങനെ ചെയ്യല്ലേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ വട്ടം കയറി പിടിച്ചപ്പോഴത്തേക്ക് അപ്പുറത്ത് നേഴ്സ് ഓടി വന്നിട്ട് ഇതെല്ലാം പിടിച്ചു വലിച്ചു പറിക്കുന്നതിൽ നിന്നൊക്കെ കൈ പിടിപ്പിച്ച് നിർബന്ധിച്ച് അവിടെ കിടത്താൻ നോക്കാം. അപ്പോഴത്തേക്കും ബാലൻ ഭയങ്കരമായിട്ട് വയലൻ്റായി. എനിക്കവിടെ കിടക്കണ്ട, എനിക്ക് പോയാൽ മതി, എനിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഭയങ്കരമായിട്ട് അങ്ങ് ശബ്ദം ഉയർത്തി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് ഭയങ്കര പേടിയായി. അപ്പം ഭയങ്കര അപ്പോഴത്തേക്കും പിന്നെ നേഴ്സ് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഓടി വന്നു കേട്ടോ. ഡോക്ടർ ഓടി വന്നു കഴിഞ്ഞപ്പോൾ എന്താ ബാലചന്ദ്രൻ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കിവിടെ കിടക്കണ്ട സാർ, എനിക്കിവിടെ കിടന്നാൽ ശരിയാവില്ല, എനിക്ക് പോകണമെന്ന് പറയുമ്പം ഇപ്പോൾ പോകാൻ പറ്റിയ ഒരു കണ്ടീഷനിലല്ല ബാലചന്ദ്രനുള്ളത്. അതുകൊണ്ടാണ് ബാലചന്ദ്രനെ ഇപ്പോൾ ഇവിടെ കിടത്തിയിരിക്കുന്നത്. പിന്നെ ബാലചന്ദ്രന് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഡോക്ടർ അങ്ങനെ ബാലനോട് പറയാം. ഈ ജീവിതം അടുത്തവന് ഇനി എന്തോന്ന് വന്നാൽ എന്നാ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ ഡോക്ടറോടും പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബാലനെ വിടാൻ പറ്റില്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഒരു പൊടിക്ക് നമ്മുടെ ബാലൻ അങ്ങ് ഒതുങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീനയും അതുപോലെ തന്നെ മനുവും കൂടി ഇങ്ങനെ പോരും. അപ്പം അലീനയെ കൊണ്ടുവിടാനായിട്ട് പോകുന്നതാണല്ലോ. സമയത്ത് വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോരുന്നു. അലീനയോട് അന്നേരത്തേക്ക് മനു ഇങ്ങനെ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ഇവിടുന്ന് പോകുമ്പോൾ ബാലൻ അങ്കിൾ എങ്ങനെയായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ്, എന്താണ് പെട്ടെന്ന് അങ്കിളിന് പറ്റാൻ കാരണം, ഇനി വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ഇനി ആരും ഒന്നും പറയാത്തതാണോ, അതൊക്കെ അറിയണമല്ലോ. അതെല്ലാം മനു ഇങ്ങനെ അലീനയോട് ചോദിക്കുക. പക്ഷെ ആ ഭാവത്തിനൊന്നും അറിയില്ലല്ലോ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ അലീന മനുവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചിങ്ങനെ വീട്ടിലോട്ട് പോരുന്നു. എന്തായാലും ഇതും മിക്കവാറും വൈദ്യ കൊണ്ടൊന്ന് അലീനയുടെ തലയിലിടാനുള്ള എല്ലാ വഴികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ യഥാർത്ഥ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.